ഇവിടെ ഈ പയ്യനുണ്ടായ ഒരു അനുഭവം നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ എല്ലാവരും ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അകത്തുനിന്ന് ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടി നോക്കുമ്പോൾ ആദ്യം ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ ഒരു കൈയില്ല. അയാളെ വിളിക്കാതെ തന്നെ അടുത്ത ആളെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നു. അപ്പോൾ അയാൾ പറയുന്നു, മേഡം, ഞാനല്ലേ ആദ്യം വന്നത്, എന്നെയല്ലേ ആദ്യം വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ദയവ് ചെയ്ത് അവിടെ ഇരിക്കൂ, നിങ്ങളെ എന്തായാലും ഞാൻ വിളിക്കുമല്ലോ. അടുത്ത ആളെയും പിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഓഫീസിലെ ഒരാൾ ചോദിക്കുന്നു, ഇൻ്റർവ്യൂ കഴിയാൻ പോവുകയാണല്ലോ, പിന്നെന്താ നീ അയാളെ ഇതുവരെ വിളിക്കാഞ്ഞത്? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ഇവനെയൊക്കെയാണോ കമ്പനിയിൽ എടുക്കുന്നത്? അങ്ങോട്ട് നോക്കൂ, അവൻ്റെ ഫയൽ വരെ താഴേക്ക് വീണു, അതുപോലും അവൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവനെയൊക്കെ ഈ കമ്പനിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ അകത്തോട്ട് കയറ്റാഞ്ഞത്. അവനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞ് നൈസായിട്ട് പറഞ്ഞു വിട്ടോളാം. അത് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു. ശേഷമാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അത് കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ഈ പെൺകുട്ടി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടിയോട് ആ പയ്യൻ ചോദിക്കുന്നു, മേഡം, ഞാൻ 4 മണിക്കൂർ കൊണ്ട് ഇവിടെയുണ്ട്, എന്നെ ആരും തന്നെ അകത്തേക്ക് വിളിച്ചിട്ടില്ല ഇൻ്റർവ്യൂവിന്. അപ്പോൾ ആ പെൺകുട്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ പോകാൻ വേണ്ടി അയാൾ എഴുന്നേൽക്കുകയും ഒരു സ്ത്രീ ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തോ വൈറസ് കയറിയിരിക്കുന്നു, അത് നന്നാക്കാൻ വേഗം ആളെ വിടും. ഇത് കേട്ടിട്ട് ആ പയ്യൻ ആ സ്ത്രീയെ വിളിക്കുന്നു. ഞാൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പഠിപ്പ് തന്നെയാണ് മേഡം പഠിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒന്ന് കണ്ടു നോക്കിക്കോട്ടെ, എനിക്കത് നന്നാക്കാൻ പറ്റും. നിങ്ങളുടെ കമ്പനിയിൽ തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നതും. എന്നെ വിശ്വസിക്കും മേഡം, എന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്നെ ഒന്ന് കാണിക്കൂ. സ്ത്രീയാണെങ്കിൽ ആ പയ്യനോട് ചോദിക്കുന്നു, നിനക്ക് കൈയില്ലല്ലോ, നീ എങ്ങനെ ജോലി ചെയ്യും? ആ പയ്യൻ അവിടെ നിന്ന് ആലോചിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു, എന്നാ ശരി, നീ ഒന്ന് വന്ന് നോക്ക്. ഇയാളാണെങ്കിൽ അവരുടെ ലാപ്ടോപ്പ് ശരിയാക്കി നൽകി. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, നീ 3 മണിക്കൂർ ചെയ്യേണ്ട ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്തല്ലോ, നിങ്ങൾ മിടുക്കൻ തന്നെയാണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പാസ്സായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പയ്യൻ പറയുന്നു, മേഡം, എന്നെ ഇതുവരെ ആരും ഇൻ്റർവ്യൂവിനകത്തേക്ക് വിളിച്ചിട്ടില്ല. ഈ സ്ത്രീ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇയാളെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ വിളിച്ചില്ല? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, മേഡം, ഇവൻ ഈ ഒരു കൈയില്ലാതെ എന്ത് ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യാനാ? അപ്പോൾ ആ സ്ത്രീ പറയുന്നു, നീയും ഞാനും ചെയ്യാത്ത ജോലി ഇപ്പോൾ തന്നെ അദ്ദേഹം എന്നെ ചെയ്ത് കാണിച്ചിരിക്കുന്നു. അയാളുടെ മുമ്പിൽ നമ്മളാണ് കൈയില്ലാത്തവർ. ഇനി നീ ഇങ്ങനെ പറഞ്ഞാൽ ഇനി നിന്നെ ഈ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടും. അയാൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ജോലി കൊടുത്തോ. എല്ലാവർക്കും ദൈവം ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അയാൾക്കൊരു കൈയില്ലെങ്കിലും അയാൾക്ക് സ്വന്തമായി ഒരു ആത്മവിശ്വാസമുണ്ട്. എന്തും അയാളെ